ഇന്ന് സൈഡൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഒട്ടും ഫ്ലോപ്പ് ആവാതെ നിങ്ങൾക്ക് നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നേരത്തെ ചായക്കൊപ്പം ഉണ്ടാക്കിയിട്ട് നല്ല രുചിയോടെ കഴിക്കാനും കൂടെ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു നെയ്യപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ചോദിക്കാതെ നിങ്ങളുടെ അടുത്തൊന്നും പോവില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നെയ്യപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 350 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് മധുരമാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 400 ഗ്രാം വരെ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിനും കുറവായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട, 1/4 കപ്പിനും കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര മെൽറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് 250 ml കപ്പിന് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരി എന്ന് പറയുമ്പോൾ 450 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. ഒന്നിച്ച് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യമാണ് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക. അപ്പോൾ അരി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ഏലക്കായും കൂടെ ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അരി മുങ്ങിക്കിടക്കുന്നതിലും കുറവായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കൂടി പോകരുത്. നമ്മൾ ശർക്കരപ്പാനിയും കൂടെ പിന്നീട് ചേർക്കുന്നുണ്ട്. അപ്പം വെള്ളം കുറച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ചെറിയൊരു തരിയോടുകൂടി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി അരിച്ചിട്ട് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിലെന്തെങ്കിലും കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട കെട്ടിയതുപോലെ ആയിപ്പോവും ചൂടുള്ള പാനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ. ഞാൻ 2 രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കലുണ്ട്. ഒന്ന് ഇതുപോലെ അരിയിലേക്ക് ഇങ്ങനെ ചൂടുള്ള പാനി ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ശർക്കരപ്പാനി ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾ അരി അരക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു 8 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെല്ലാം വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പമായി കിട്ടും. സമയം കുറവാണെങ്കിൽ 4 മണിക്കൂറെല്ലാം വെച്ചതിന് ശേഷം ചുട്ടെടുക്കാം. അപ്പം ബേക്കിംഗ് സോഡ ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെ സമയം കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ചുട്ടെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെച്ചിട്ട് 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പത്തിന് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഒരു കാര്യം അരച്ച് ചേർക്കാം. അപ്പോൾ ഇതുപോലൊരു ചെറിയ മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് കുറച്ച് ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 8 മണിക്കൂറായ ആ ഒരു ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ അരച്ച് ചേർക്കാതെയും നമുക്കിത് ചുട്ടെടുക്കാം. പക്ഷേ എങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ ഒരു നെയ്യപ്പത്തിന്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ബാറ്റർ 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇതാണ് പാകം. ഇനി ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലും കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1-2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും എള്ളും കൂടി ഒന്ന് നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ മൂത്ത് വരുമ്പോൾ, ചെറുതായിട്ടല്ല കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളെല്ലാം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എള്ളും തേങ്ങാക്കൊത്തൊക്കെ. തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ ആ ഒരു ബാറ്ററിലേക്ക് ആ ഒരു നെയ്യോടുകൂടെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഇതാ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ആ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഒരുപാട് ലൂസായാലും നെയ്യപ്പം ശരിക്കും ആയി കിട്ടൂല, അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയാലും നെയ്യപ്പം ശരിയായി കിട്ടൂല. അതുകൊണ്ട് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഞാനിത് ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഓരോ കയ്യിൽ വീതം കോരി ഒഴിക്കാം. ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെ ശരിക്കും അങ്ങ് ഷേപ്പ് കിട്ടിയെന്ന് വരില്ല. പിന്നെ ഒഴിക്കുന്ന സമയത്ത് നല്ല ഷേപ്പിലെല്ലാം ആയി കിട്ടിക്കോളും. അതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒഴിക്കുമ്പോൾ ശരിയായിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇപ്പോൾ ഇത് അത്ര ഷേപ്പായിട്ടില്ല. ഇനി അടുത്ത പ്രാവശ്യം ചുടുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ 2-3 പ്രാവശ്യമെല്ലാം ചിലപ്പം ഷേപ്പ് ശരിയാവാതെയൊക്കെ ഉണ്ടാവും. ബാറ്റർ ഒഴിച്ചാൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ അങ്ങ് പൊന്തി വരും. പൊന്തി വന്നാൽ ഉടനെ തന്നെ മറിച്ചിടണ്ട. ഒന്ന് കളറൊക്കെ ഒന്ന് മാറി സൈഡൊക്കെ ഒന്ന് ഇതുപോലെ മുരിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതൊന്ന് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗവും കൂടി നന്നായിട്ട് റെഡിയായി എന്ന് കാണുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും സെയിം രീതിയിൽ തന്നെ കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ. ഓരോ പ്രാവശ്യം ഒഴിക്കുമ്പോഴും ഇളക്കിയിട്ട് വേണം കോരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് ഷേപ്പ് ശരിയാവും നോക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഷേപ്പെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 1-2 തവണ ചിലപ്പോൾ നിങ്ങൾക്ക് ഷേപ്പ് ശരിയായി എന്ന് വരില്ല. അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. എന്നിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആ ഒരു ഭാഗവും കൂടി റെഡിയായി എന്ന് കാണുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഈ ഒരു രീതിയിൽ നെയ്യപ്പം ചുട്ടെടുത്താൽ മതി. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ നെയ്യപ്പവും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ബാക്കിയുള്ളത് മുഴുവനും ആദ്യത്തെ പ്രാവശ്യം മാത്രമേ എനിക്ക് ഷേപ്പ് ശരിയാവാണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. ബാറ്റർ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്യരുത് കേട്ടോ. ഞാൻ കാണിച്ച് തന്ന ആ ഒരു കറക്റ്റ് ലൂസിൽ റെഡിയാക്കി എടുക്കുക. വെളിച്ചെണ്ണയിലോ ഓയിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഗീയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നെയ്യപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരി കൊണ്ട് 33 നെയ്യപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയതിന്. ഈ ഒരു വലുപ്പത്തിലുള്ള 33 നെയ്യപ്പം. ഇനി നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് ചൂട് ചായൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ഒരു 3-4 ദിവസം വരെയൊക്കെ കേടുകൂടാണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാൻ പറ്റും. ഉള്ളു നല്ലതുപോലെ ആരെടുത്ത് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.